കുഞ്ഞിച്ചോ മിനാസൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ബൊറൂട്ടോ 2 ബ്ലൂ വോർട്ടെക്സിന്റെ ചാപ്റ്റർ 16 ആണ്. ഇനി നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോസ് സ്ഥിരമായിട്ട് വന്ന് കാണുന്ന കുറച്ചധികം ആൾക്കാരോട് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങളുടെ പേജ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. കാര്യം ഇപ്പോഴും 60% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്താണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നത്. അതുകൊണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പൊ തന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. അങ്ങനെ ചാപ്റ്റർ തരാൻ നമ്മുടെ കോജിയും അതേപോലെ ബൊറൂട്ടോയും അവിടെയുണ്ട്. കോജി പറയുന്നുണ്ട്, ബൊറൂട്ടോ സ്പേസ് ടൈം നിഞ്ചുട്സു എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് നിന്നെയോ അല്ലെങ്കിൽ മറ്റൊരാളെയോ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ഉപകരിക്കുന്നത്. ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഇതൊരു ഓട്സുസുക്കി എബിലിറ്റിയാണ്. നീ പാസ്റ്റിൽ ഇത് പല സമയത്ത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നെങ്കിൽ ആക്സിഡന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സർക്കംസ്റ്റൻസ് ഉള്ള കാരണം മാത്രമാണ്. എന്നാൽ ഇന്നേക്ക് 6 വർഷം കഴിയാൻ നേരത്ത് നീ അത് മാസ്റ്റർ ചെയ്യുന്നുണ്ട്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നീ ചാക്ര കൊണ്ട് മാർക്ക് ചെയ്ത് അതിനെ സെൻസ് ചെയ്ത് അവിടേക്ക് ടെലപ്പോർട്ട് ചെയ്യുന്ന രീതി. അതിനൊരു പേരുണ്ട്, ഫ്ലൈയിങ് റൈജിൻ ജുട്സു. സത്യം പറഞ്ഞാൽ ഇത് നിന്റെ അപ്പൂപ്പൻ ക്രിയേറ്റ് ചെയ്തൊരു ജുട്സു ആണ്, ദി 4th ഹൊക്കാഗെ. എന്നാൽ നിന്റേത് അത് എക്സാക്ട്ലി ഫ്ലൈയിങ് റൈജിൻ ജുട്സു എന്നല്ല ഞാൻ പറയുന്നത്, പകരം അതേപോലെ തന്നെ നീ ഒരു കോപ്പി കാറ്റിനെയാണ് ക്രിയേറ്റ് ചെയ്തത്. അവിടെ നീ ചെയ്തത് എന്നാന്ന് വെച്ചാൽ നീ ഒരു മെറ്റൽ ഒബ്ജക്റ്റിനെ ചാക്ര കൊണ്ട് മാർക്ക് ചെയ്തിട്ട് അവിടേക്ക് ടെലപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. മെറ്റലോ, അതായത് ഈ സോഡും പറ്റുമോ? അതെ, സോഡും പറ്റും, ഷുർക്കൻ, കുണായ്, ഇങ്ങനെ പല പല കാര്യങ്ങളും പറ്റും. എന്നാൽ ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് നിനക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഉള്ളതെങ്കിൽ അത് ആക്യുറേറ്റും ആണ്, അത് കൂടുതൽ ഈസിയറും ആണ്. അപ്പൊ നീ പറയുന്നത് അതെനിക്ക് കാണാൻ പറ്റാത്ത സ്ഥലത്താണെങ്കിൽ അത് ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഒരു ഷുർക്കനുണ്ട്, അത് നോർത്ത് സൈഡിലുണ്ട്, സൗത്ത് സൈഡിലുണ്ട്, നിനക്കത് കാണാൻ സാധിക്കുന്നില്ല. നീ അത് രണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നീ അവിടേക്ക് ടെലപ്പോർട്ട് ചെയ്യാൻ നോക്കാൻ നേരത്ത് നീ സൗത്ത് സൈഡ് വരുവോ നോർത്ത് സൈഡ് വരുമോ എന്ന് നിനക്കൊരിക്കലും പറയാൻ സാധിക്കത്തില്ല. കാര്യം രണ്ട് സ്ഥലത്ത് നീ ഒരേപോലെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നീ എങ്ങോട്ട് പോകുന്നു നിനക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ല. സത്യം പറഞ്ഞാൽ അതൊരു പ്രശ്നമാണല്ലേ? പ്രശ്നമാണോന്ന് ചോദിച്ചാൽ പ്രശ്നമാണ്, പക്ഷെ അതിന് വേറൊരു വഴി കൂടെയുണ്ട്. അത് സിമ്പിൾസ് യൂസ് ചെയ്യുന്നതാണ്. അതായത് പല തരത്തിലുള്ള, പല ഷേപ്പിലുള്ള, പല ടൈപ്പിലുള്ള മെറ്റൽ ഒബ്ജക്ട്സ് നീ യൂസ് ചെയ്യണം. അതാകുമ്പോൾ നീ അത് എവിടെയാണോ വെച്ചതെന്ന് നിനക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിനക്ക് ആക്യുറേറ്റ് ആയിട്ട് അവിടേക്ക് തന്നെ ടെലപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിനക്ക് കവർ ചെയ്യാൻ സാധിക്കും. അവിടെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്, ഈ ജുട്സു അത്രയ്ക്ക് എളുപ്പമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്ര അറിവുണ്ടായിട്ട് കാര്യമില്ല, അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പഠിക്കണം. എന്നാൽ നമ്മുടെ ബോറൂട്ടോ പെട്ടെന്ന് തന്നെ അവിടുന്ന് ടെലപ്പോർട്ട് ചെയ്ത് കോജിയുടെ പുറകിലുണ്ടായിരുന്ന മരത്തിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ഒരു ഷുർക്കൻ നേരത്തെ തന്നെ അവൻ എറിഞ്ഞു വെച്ചിരുന്നു. അതെന്തായാലും ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നെ കാണിക്കുന്നത് മറ്റൊരു സമയത്തെ കാര്യമാണ്. ബൊറൂട്ടോ കോജിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഗുഡ് ആയിട്ടുള്ള ബാഡ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് കാണാമല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഫ്യൂച്ചർ നോക്കി നീ എല്ലാവർക്കും പറഞ്ഞു കൊടുത്താൽ പോരെ? നീ പറയുന്നതിലും ഒരു പോയിന്റ് ഉണ്ട്, പക്ഷെ അതൊരിക്കലും നടക്കത്തില്ല. നേച്ചറിന്റെ പോക്ക് അങ്ങനെയല്ല. ഒരു വട്ടം നിനക്കൊരു ഫ്യൂച്ചർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ഒരിക്കലും ആ രീതിയിൽ പോകത്തില്ലല്ലോ. അപ്പോൾ കുറേയധികം കോംപ്ലിക്കേറ്റഡ് ആവും, അത് കൂടുതൽ പ്രശ്നമായി മാറും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട്. ഒരാൾ സ്ഥിരമായിട്ട് ഒരു ഫ്യൂച്ചറിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫെയ്ത്ത് ഇടപെടും, എന്നിട്ട് അതൊരു സിംഗുലാരിറ്റി ആയിട്ട് മാറും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരാൾ ഒരു സിംഗുലാരിറ്റി ആക്കി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഫ്യൂച്ചർ ഭയങ്കരധികം അൺസ്റ്റേബിൾ ആയിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ ആ കൂട്ടത്തിൽ പെടുന്നവരാ. നമ്മളോ? അതെ, എന്നെ പോലെ തന്നെ നീ ഒരു സിംഗുലാരിറ്റിയാണ് ബൊറൂട്ടോ. എന്നാൽ നമ്മൾ മാത്രമല്ല, നമ്മളെ രണ്ടുപേരെയും ഇന്നല്ലെങ്കിൽ നാളെ എയുടെ കാണുന്നുണ്ടായിരിക്കും. എന്നാൽ അവളും ഒരു സിംഗുലാരിറ്റി തന്നെയാണ്. ഇതെല്ലാം നമ്മുടെ എയുടെ കാണുന്നുണ്ടായിരുന്നു ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ. എയുടെ എന്തെങ്കിലും ലക്കുണ്ടോ? ബൊറൂട്ടോ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, അവനൊന്നും തന്നെ പറയുന്നില്ല. എല്ലാം ഇങ്ങനെ വിട്ടുവിട്ടാണ് നിൽക്കുന്നത്. അവൻ എന്തെങ്കിലും റീസൺ കാണാതിരിക്കത്തില്ല. ഇവന് എന്തിന്റെ പ്രശ്നം എന്നറിയാമല്ല, ഇവനെല്ലാം തന്നെ അവൻ ഒറ്റക്കായിട്ട് ചുമക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈടാ, ബൊറൂട്ടോ ഇപ്പൊ എവിടെയാണെന്നെങ്കിലും നിനക്കറിയാം. പെട്ടെന്ന് ക്ലാസ്സിൽ പറയുന്നുണ്ട്, സാരദ അതങ്ങനെയല്ല, എനിക്ക് തോന്നുന്നില്ല നമുക്ക് അവന്റെ ലൊക്കേഷൻ അറിയണമെന്ന് അവൻ ആഗ്രഹമുണ്ടെന്ന്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ രണ്ടുപേരും അവന്റെ സൈഡിൽ തന്നെയാണ്, പക്ഷേ എന്നിട്ടും എന്തെങ്കിലും ക്രൂഷ്യൽ ആയ ഇന്റലി നമുക്ക് അവന്റെ നിന്ന് കിട്ടി. നീ പറയുന്ന കാര്യമാണ്, പക്ഷെ നീ തന്നെ കണ്ടതല്ലേ, അവൻ നമ്മുടെ ഫ്രണ്ടിൽ നിന്നാണ് മരിക്കാൻ പോയത്. അവൻ എല്ലാം ഒറ്റക്ക് ചെയ്തു കഴിഞ്ഞാൽ അവൻ മരിക്കാൻ ചാൻസ് വളരെ കൂടുതലല്ലേ. പക്ഷെ അത് നമ്മൾ കാരണമല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളില്ലായിരുന്നെങ്കിൽ അവൻ ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നു. സാരദ ഇവിടെ വെച്ച് ഇത് പറയുന്നതുകൊണ്ട് നിനക്കൊന്നും തോന്നല്ലേ? നിനക്കും അറിയാമല്ലോ എനിക്കും ബൊറൂട്ടോനെ വളരെ ഇഷ്ടമാണെന്ന്. പക്ഷേ അവനെ കണ്ടപ്പോൾ തന്നെ നീ തന്നെയാണ് അവൻ ആദ്യം കെട്ടിപ്പിടിച്ചത്. എനിക്ക് നനങ്ങാൻ പോലും പറ്റിയില്ല. ഞാൻ നിന്റെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ നിന്റെ കാര്യം അങ്ങനെയാണോ? നീ എന്തെങ്കിലും ആലോചിച്ചോ എൻ്റെ ഫീലിങ്സിനെ പറ്റിയോ? എന്തെങ്കിലും അറിയാം ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം അല്ല ഇത് പറയാനെന്ന്, പക്ഷേ എങ്കിലും ഇത് പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവൾ പറഞ്ഞിട്ട് ക്ലാസ് റൂം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. സാറത് അവൾ വിളിക്കുന്നുണ്ട് ക്ലാസ് റൂപ്പ് എന്ന്. അപ്പോൾ അവൾ പറയും ചെയ്യും, ഇനി എത്ര നാൾ ഞാൻ നിന്റെ ക്ലാസ് റൂപ്പായിട്ടിരിക്കും സാറ്. സാറതയ്ക്ക് ഒന്നും തന്നെ മിണ്ടാൻ പറ്റുന്നില്ല. പുള്ളി ആകെപ്പാട്ട് സർപ്രൈസ് ആയിട്ട് ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ എയ്ഡനെ ഷിക്കമാർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ നീയുമായിട്ട് നേർക്ക് നേരുന്നത് കാണുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. കാര്യം നിന്നെ കണ്ടാൽ പിന്നെ എൻ്റെ തോട്ട്സ് എൻ്റെ കയ്യിൽ നിന്ന് പോകും. നമ്മൾ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ സെൻസറി യൂണിറ്റിന് എന്തെങ്കിലും ഐഡിയ കിട്ടിയാലെന്ന് ഓർത്തിട്ടാണ് നേരിട്ട് ഇന്ന് കാണാൻ പറഞ്ഞത്. എന്ത് പറയാനാ, നീ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു പുതിയ ഡിവൈൻ ട്രീ വന്നിട്ടുണ്ട്. അവൻ്റെ പേര് റിയു എന്നാണ്. സത്യം പറഞ്ഞാൽ സാൻ വില്ലേജിലെ ആ പയ്യനില്ലേ, അവൻ തന്നെയാണത്. അതുമാത്രമല്ല അവന്റെ ടാർജറ്റ് കസകാഗയാണ്. എന്ത്, ഗാറയോ? അതെ, ഗാർ തന്നെ. പക്ഷെ അവൻ മരിക്കുന്നതിന് മുമ്പ് ആ ഷീക്കി എന്ന് പറയുന്ന പയ്യൻ അവനെ സീൽ ചെയ്തിട്ടാണ് പോയത്.
എന്നാൽ ഈ റിയു എന്ന് പറയുന്നതും ഷീക്ക് തന്നെയാണ്. അതുകൊണ്ട് അവനും ആ സീല് അൺഡു ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റിയുവിനെ ഡിഫീറ്റ് ചെയ്യാൻ ഒരു ടീമിനെ അയക്കണം, അല്ലെങ്കിൽ അത് ഗാറയുടെ ജീവൻ തന്നെ ആവത്താണ്. പിന്നെ ഇത് ഞാൻ ലൈവായിട്ട് കണ്ടതല്ല, കാര്യം കുറച്ച് മുമ്പത്തെ നടന്ന കാര്യമാണ്. ഞാൻ ഒരിക്കലും റിയൽ ടൈമിൽ കണ്ടതല്ല. ആ കൂട്ടത്തിൽ ഒരാൾക്ക്, ആ ഡിവൈൻ ട്രീയിൽ ഒരാൾക്ക് എൻ്റെ കണ്ണിലേക്ക് നോക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ സംഭവം എന്നറിയാമല്ല, ഞാനും അതുകൊണ്ട് നോക്കി കണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഒരിക്കലും എന്നോട് റിയൽ ടൈമിൽ അവരെ വാച്ച് ചെയ്യാൻ പറയല്ലേ. എനിക്ക് മനസ്സിലായി, അതൊന്നും വേണ്ട. നീ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ മാത്രം ഞങ്ങളോട് പറഞ്ഞാൽ മതി. പിന്നെ നീയല്ലേ ബോറുട്ടോനെ രക്ഷിച്ചത് മിറ്റ്സുക്കിയുടെ സഹായത്തോടു കൂടി. മിറ്റ്സുക്കിയോ? നീ എന്തോ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ കൂടുതലൊന്നും പറയുന്നും വേണ്ട. ഞാൻ എന്തായാലും ആ കാര്യത്തിൽ ഇടപെടാനൊന്നും പോകുന്നില്ല. അതുമല്ല, ബൊറൂട്ടോയ്ക്ക് കൂടുതൽ ട്രബിൾ കൊടുക്കാൻ എനിക്ക് ആഗ്രഹവുമില്ല. നിലവിൽ കവാക്കിയും ബൊറൂട്ടോയും കൂടെ ഒരു ടൈപ്പിൽ എത്തിയിട്ടുണ്ട് ആ ഡിവൈൻ ട്രീ പീപ്പിൾസിലെ അവരെ ഡിഫീറ്റ് ചെയ്യാനായിട്ട്. എടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ബൊറൂട്ടോയ്ക്ക് ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു അലയില്ലേ, അത് ആ ടോഡിലൊക്കെ സംസാരിക്കുന്നത്, അത് കാശും കോജിയാണ്. ഏഴയുടെ മുടിയിടത്തുനിന്ന് ചെറിയൊരു ടോഡ് സംസാരിക്കുന്നുണ്ട്. നാറശുക്കുമാറോ, ഞാൻ നിന്നിൽ നിന്ന് എന്താണോ പ്രതീക്ഷിച്ചത് അത് തന്നെ. നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. ഒരു ചോദ്യം പോലും ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. സാർദ ആൻഡ് കോണഹാമോരോ ഇവരെത്രയും പെട്ടെന്ന് ലാൻഡ് ഓഫ് വിൻഡിലേക്ക് അയക്കണം. അവിടെ ഒന്നെങ്കിൽ റിയു അല്ലെങ്കിൽ മാറ്റ്സുരി, അല്ലെങ്കിൽ അവർ രണ്ടുപേരും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവിടെ എങ്ങനെ പോയാലും സാൻ വില്ലേജിലെ 2 നിഞ്ചസ് കൂടെ കാണും. അല്ല, നീ എന്തോ പറയുന്നത്? ആദ്യം നീ ഒരു എക്സ്പ്ലനേഷൻ എന്താ, റീസൺ? ഞാൻ ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ക്വസ്റ്റ്യൻസ് ഒന്നും പാടില്ലെന്ന്. പിന്നെ കൺവിൻസ്, അത് നിങ്ങളുടെ ഒരു അഭിപ്രായം മാത്രമാണ്. നിങ്ങൾ എങ്ങനെ എടുക്കുന്നു അത് നിങ്ങളുടെ കാര്യം മാത്രം. ഒരു കാര്യം ഞാൻ തികച്ചു പറയാം, ഉസുമാക്കി ഹിമവരനെ കൊണോഹയുടെ പുറത്തേക്ക് അയക്കാനേ പാടില്ല. ജൂറ അവളുടെ മേത്ത് ഒരു കണ്ണ് വെച്ചിട്ടുണ്ട്. അവന് കൊണോഹയിലെ കൾച്ചറും ബാക്കിയുള്ള കാര്യങ്ങളും വളരെയധികം ഹൈ എക്സ്ട്രീം ആയിട്ട് കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വില്ലേജിന് അപകടപ്പെടുന്ന രീതിയിൽ അവൻ ഒരിക്കലും ഒന്നും ചെയ്യത്തില്ല. ഇനി അവൻ എങ്ങാനും കൊണോഹയിലേക്ക് വന്നാലും അവനൊരു ഓർഡിനറി പേഴ്സണെ പോലെ ആ ബുക്ക് സ്റ്റോറിലേക്ക് നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് വളരെ വലിയ അപകടമായി മാറും. നീ എന്തുവാണ് ഈ പറയണത്? അത്രയും വലിയൊരു എനിമീനെ കൊണോഹയിലേക്ക് കയറ്റാനോ? ഞാനീ പറയുന്നത് നിനക്ക് വല്ല ജോക്കായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞേക്കാം, ജൂറൻ എങ്ങനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാൻസ് ഓഫ് വിന്നിങ് ആബ്സല്യൂട്ട് 0 ആണ്. ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും നടക്കാതിരിക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാത്രം അറ്റാക്ക് ചെയ്താൽ മതി. അത് മാത്രമല്ല, അവിടേക്ക് എങ്ങനെ ജൂറ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് റിട്രീറ്റ് ചെയ്തോണം. എന്നിട്ട് ആ ഫ്രോഗ് അവിടെ നിന്ന് ചാടിപ്പോകുവാണ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങളുടെയിലാണെന്നും പറയുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നിട്ട് ആ ഫ്രോഗ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. പിന്നെ വൈകിപ്പോയെന്നറിയാം, പക്ഷേ എങ്കിലും ഞാൻ ഒരു നന്ദി പറയുവാണ്. കാര്യം നീ കാരണമാണ് ബൊറൂട്ടോ രക്ഷപ്പെട്ടത്. മറ്റുള്ള പല കാര്യങ്ങളും നിന്റെ മനസ്സിലുണ്ടായിട്ട് കൂടി നീ നിന്റെ ഹൃദയം പറയുന്നത് മാത്രമേ കേട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിനക്ക് വളരെ നല്ലൊരു കാര്യം ചെയ്യാനും സാധിച്ചു. അങ്ങനെ നമ്മുടെ ഷിക്കുമാർ ഒന്നും തന്നെ മിണ്ടാതെ ആ സിഗരറ്റ് എടുത്ത് കത്തിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലാൻഡ് ഓഫ് വിൻഡ് ആണ്. അവിടെ നമ്മുടെ സാർദ, മിറ്റ്സുഗി, അതേപോലെ കോണാമോറോ എത്തിയിട്ടുണ്ട്. അവിടെ അവരെയും കത്തി യോഡോയും അതേപോലെ അരായോ ഉണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ട് ലാൻഡ് ഓഫ് വിൻഡിലേക്ക് സ്വാഗതം. എന്നിട്ട് അവരെല്ലാവരും സ്കൗട്ട് ചെയ്യാൻ തുടങ്ങും. പെട്ടെന്ന് നമ്മുടെ കോണാമോറോ പറയുന്നുണ്ട് അവൻ 2 പേരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ ഈ റിയും അതേപോലെ മാറ്റ്സൂരിയും ഉണ്ടായിരുന്നു. അങ്ങനെ കാശും കോജിനെ ഒരു ടോഡിനെ അവർ കിട്ടിയത് കൊണ്ട് തന്നെ അത് ബൊറൂട്ടോയിലേക്ക് നയിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററോട് അവസാനിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.